നമ്മുടെ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഫ്രൈ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അല്ലേ ജമാൽക്ക? ഇവിടെ ഓൾറെഡി ഇങ്ങനെ വറുത്ത് കോരി ഇട്ടു. ഇതിപ്പോ എന്തോ ഒരു കുറേ ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ച് ബിരിയാണി കൊടുക്കണ്ടല്ലേ? ആ 2 വേവുണ്ടാവും. ഒന്ന് ചിക്കൻ വറുക്കുകയും ചെയ്യും, അതുകൊണ്ട് മസാലയിലിട്ട് മസാല അടിക്കുമ്പോൾ ഇട്ട് അത് തിളപ്പിക്കും. അപ്പോൾ എന്തായാലും ഒരു രക്ഷ ഉണ്ടാവില്ല മോനെ. ഇതോ പേടാ കേരള ചിക്കൻ റോസ്റ്റ്. അപ്പുറത്ത് തൊട്ടിപ്പുറത്ത് തന്നെ കേരള ചിക്കൻ റോസ്റ്റ് ഇരിപ്പുണ്ട്. ഈ ചിക്കനിൽ നമ്മളല്ലേ ഇതിന് കളർ ചേർക്കില്ല, ഇത് ചുവന്ന് വരുന്ന കളറല്ല, കളർ ചേർക്കാണ്ടാണ്. ഇത് മുളക് പൊടിയുടെ കളറാണ്. മുളക് പൊടിയുടെ കളർ തന്നെയാണ്. ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ശരിക്കും നല്ല സോഫ്റ്റ് ചിക്കനാണ്. ഇത് വേറൊന്നുമല്ല, മുളക് പൊടിയുടെ ആ ഒരു ചുമല കളറ് മുളക് പൊടിയുടെ തന്നെ, വേറെ കളറൊന്നും ചേർക്കുന്നില്ല. അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടാനുണ്ട്. അങ്ങ് തേങ്ങ ശരിക്കും അരച്ചങ്ങ് ചേർത്തൊഴിച്ച് നമ്മൾ ഇളക്കി ശരിക്കും ആ തേങ്ങയുടെ അരപ്പും കൂടി ഒക്കെ ചേർന്നപ്പോൾ ഒരു കളറൊക്കെ മാറി ഒരു യെല്ലോയിഷ് ആയി. ശരി നല്ല രസമുണ്ട്. പോ ടേസ്റ്റ് അതുപോലെ തന്നെ ആയിരിക്കും. നമ്മുടെ വെള്ളം ഉണ്ടാവില്ല കേട്ടാ, തിളച്ചുണ്ടല്ലേ? നമ്മുടെ വെള്ളം തിളച്ച് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. വയ്ക്കാലോ ശരിക്കും വെള്ളം തിളച്ചത്. ഇനി അടുത്ത് എന്താ ചേട്ടാ? റൈസ് ഇടണല്ലേ? റൈസ് അതിൽ നിന്ന് ഒന്നും കൂടി എടുത്ത് കഴുകി വീണ്ടും കഴുകിയിട്ടുണ്ട്. വീണ്ടും കഴുകി റൈസ് ഇട്ടിട്ടുണ്ട്. ശരിക്കും എന്താ പറയാ, ശരിക്കും ഇങ്ങനെ കിടന്ന ആ ഒരു നെയ്യും വനസ്പതി എല്ലാം കൂടി ചേർന്ന് ഉരുകി ചേർന്ന തിളച്ച വെള്ളത്തിൽ അരിയും കൂടിയിട്ട് അങ്ങ് ശരിക്കും ഇളക്കാണ്. നമ്മുടെ മസാല കൂട്ട് നമ്മുടെ കറുവപ്പട്ട എല്ലാം ഒന്നേന്ന് തന്നെ ഇട്ടേക്കാണ്. മീൻസ് നേരത്തെ ഓൾറെഡി ഇട്ടിട്ടില്ല നമ്മള്, അത് പൊടിച്ചിട്ടുള്ള ആ ഒരു കഷ്ണങ്ങളായിട്ട് തന്നെ എല്ലാം ഇട്ടേക്കാണ്. ഇതിൽ പൊടിച്ചിടണ്ട, പൊടി ഇല്ലാണ്ട് തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി ഇനി അടച്ചു വെക്കണം. അടച്ചു വെക്കണം. ശരിക്കും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് എത്ര നേരം പിടിക്കും ചേട്ടാ? ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ പറ്റുമല്ലേ? വെള്ളം പറ്റും. ഒരു 5 മിനിറ്റിനുള്ളിൽ വെള്ളം പറ്റും. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്ലേ? 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഏകദേശം നമ്മൾ അങ്ങ് വറ്റി ഒരുവിധം കുഴമ്പ് ഒരു റൈസ് ആയിട്ടുണ്ട്. അയ്യോ ഇപ്പൊ തന്നെ ആ ഒരു പണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ മണമൊക്കെ അടിച്ചോണ്ട് ഒരു രക്ഷയില്ലാത്ത ആ ഒരു നെയ്യുടെയും എല്ലാം മണം കൂടി ചേർന്നിട്ട് റൈസിനെയും കൂടി ശരിക്കും സ്മെല്ല് ഇങ്ങനെ കിട്ടുന്നുണ്ട്. മൂടി വെക്കുക, മൂടി വെക്കുക. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മൂടി വെച്ചേക്കാം. പിന്നെ ഇപ്പൊ അടുത്ത പരിപാടി നമ്മുടെ മസാല മിക്സ് ചെയ്യാം അല്ലെ? മസാല മിക്സ് ചെയ്യാം. ചിക്കനായിട്ടേക്കണേ നമ്മള് ബീഫ് വേവിക്കാൻ വെച്ചേക്കാം അല്ലേ? ബീഫ് വേവിക്കാൻ വെച്ചേക്കാണ്. കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും എന്തായാലും വെറുതെ ഇരിക്കണ്ടേ മസാല. നമുക്ക് ചിക്കൻ ഉണ്ടാക്കി ചിക്കൻ്റെ ആ ഒരു മസാല മൊത്തം ആക്കാം. ശരിക്കും വറുത്ത ചിക്കൻ വറുത്ത് ഒരു ചിക്കൻ അങ്ങിട്ട് മസാല എല്ലാം കൂടി അങ്ങ് പെരട്ടി ശരിക്കും അങ്ങ് രണ്ടാമത്തെ ഒരു കുക്കിംഗ് ആവുമല്ലേ? രണ്ടാമത് വീണ്ടും ഒന്നും കൂടി ആ ഇറച്ചിയിലോട്ട് ആ ഒരു മസാലയൊക്കെ പിടിച്ച് അപ്പോൾ മല്ലിയില ഇടാണ്. ഇനി മല്ലിയില ഇട്ടിട്ടുണ്ട്. എന്താ പറയാ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു നല്ലൊരു സ്മെല്ല്, ആ ഒരു മസാലയും ചിക്കൻ ഒന്നുകൂടി കുക്ക്ഡായതിൻ്റെ ആ ഒരു സ്മെല്ല് ശരിക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ അടുത്ത മസാല ഇട്ടേക്കാണ്. ചിക്കൻ്റെ മസാല അങ്ങ് കോരി അങ്ങ് എടുത്ത് വെച്ചേക്കാണ്. കാരണം അവിടെ ഓർഡർ വന്നു തുടങ്ങി. പെട്ടെന്ന് തന്നെ കോരി അങ്ങ് എടുത്ത് കൊടുത്ത് ഇപ്പം നമ്മളിപ്പോൾ നല്ല ഇളയ പോത്ത് അല്ലേ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇടാൻ പോവാ. ഇത് നമ്മൾ എവിടെ നിന്ന് ഈ ബീഫ് ഇത് പോത്ത് എവിടെ നിന്ന് എടുക്കുന്നത്? ഇളയതിന് തമ്മനത്തു നിന്നാണല്ലേ? തമ്മനത്തു നിന്നാണ് നമ്മളെ പോത്ത് എടുത്തോണ്ട് വരുന്നത്. ബീഫിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ബീഫിന്റെ അവർക്ക് പോത്ത് പോത്തിന്റെ പരിപാടി മാത്രമുള്ള മീൻസ് പോത്തിന് മാത്രം വെട്ടുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് എടുത്തോണ്ട് വരുന്നത് ബീഫ്. ഇത് മല്ലിയിലാണ്. മല്ലിയിലയും കൂടി ഇട്ട് അങ്ങ് അതൊക്കെ ഉണ്ട്. അവിടെ ഓൾറെഡി നമ്മളെ അവിടെ ചെറിയൊരു നമ്മുടെ ഉരുളിയിൽ സവോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റേ ഈത്തപ്പഴത്തിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ആയാലുള്ളൂ നമ്മുടെ മുബാറക്കിന്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ. പൂർണ്ണമായിട്ട് മുബാറക്കിന്റെ ബിരിയാണി ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കറി ഇത് ശരിക്കും എന്താ പേരെന്താ പറയണ? എന്താ
പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഈന്തപ്പഴ അച്ചാർ കൊണ്ടാണ് കൊടുക്കുന്നത്. ഈത്തപ്പഴ അച്ചാറല്ലേ? ഈത്തപ്പഴ അച്ചാർ തന്നെ പറഞ്ഞിട്ട് കൊടുക്കണം. ഇതിപ്പോൾ എന്തൊക്കെ ചെയ്തു വെച്ചാൽ ആദ്യം ഇത് സവാള വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കണം. സവാള പച്ചമുളക് ഇത് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില അത് വഴറ്റിയെടുത്തതിന് ശേഷം സാധാരണ പുളിയില്ലേ, പുളി സാധാരണ പുളി വാളംപുളി പിഴിഞ്ഞ് അത് ഒഴിക്കണം. പിഴിഞ്ഞൊഴിക്കണം. പിന്നെ ശർക്കര അതിനുശേഷം കുറുകി ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്, ശർക്കര ഒഴിച്ചിട്ടുണ്ട്, സവാള വെട്ടിയിട്ടുണ്ട്, പച്ചമുളക് കീറിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ഈത്തപ്പഴം ഇടാൻ പോവാണ്. ഇപ്പം ഇടാം പിന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ അതെല്ലാം കൂട്ടും കൂടി ചേർത്ത് വെച്ചേക്കാണ്. ഏലക്ക അല്ല ഇതറിയാം, ഏലക്ക ഇടാൻ പോവാണ് അടുത്ത്. അപ്പോൾ ഏലക്ക ഇട്ടിട്ട് ആ ഒരു സ്മെല്ല് ശരിക്കും ആ ഒരു ഫ്ലേവർ അങ്ങ് വരുമല്ലോ. ശരിക്കും ആ ശർക്കര ഇട്ട് അറിയാനുണ്ട് നമ്മൾ. ആ ശരിക്കും ശർക്കര കുറുക്കേൻ്റെ ആ ഒരു ഇതെല്ലാം കൂടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം കുറുകി തോന്നുന്നുണ്ടല്ലേ? ഈത്തപ്പഴം ഇടാൻ പോയിട്ടൂടെ? ഈത്തപ്പഴം കൂടി ഇട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിപ്പോൾ കുറച്ചുണ്ടാക്കണ കുറച്ച് ഈത്തപ്പഴം ശരിക്കും ഈത്തപ്പഴം നിറച്ചിടും. എന്നിട്ട് വീണ്ടും ഇടാണ്. ശരിക്കും അത് കുഴഞ്ഞ് ശരിക്കും അതിന് പിടിക്കുമല്ലേ? ലേശം ഉപ്പ് ഇടുന്നുണ്ട്. ഇത് മതി കേട്ടോ, ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കശുവണ്ടി എല്ലാം കൂടി ഇടാൻ പോവാം. അണ്ടിപ്പരിപ്പും എല്ലാം കൂടി എന്താ പറയുക, കിസ്മിസും എല്ലാം കൂടി അന്ന് ശരിക്കും വറുത്തെടുത്തിട്ട് അത് ഇടാണ്. റെഡി ആയിട്ടുണ്ടല്ലേ? അപ്പം ഏകദേശം എല്ലാം ഒരു ഇതായി. ഇനി അവിടുത്തെ ബാക്കി കുറച്ച് ആ ചെമ്പ് പൊട്ടിക്കലും ബാക്കി ആ ഒരു ആഹാരവും ബാക്കി എല്ലാം കൂടി മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിപ്പോൾ ആയി, ഏകദേശം ആയല്ലേ? ഓഫ് ചെയ്യാം. ഇരുന്ന് സെറ്റാവും. അവിടെ ഇരുന്ന് ശരിക്കും സെറ്റായിട്ടുണ്ട്. റൈസായി ഒരല്പം ഭംഗിക്ക് വേണ്ടി മാത്രം സ്വല്പം പൈനാപ്പിളിന്റെ എസൻസ് ആണ്. ഇനി നമ്മൾ നെയ്യ് ഒഴിക്കണം. നേരത്തെ ഒഴിച്ചാണ്, ഇനി കുറച്ചുകൂടി നെയ്യ് ഒഴിക്കും. അപ്പൊ ഇനി അടുത്ത പൈനാപ്പിൾ ഇടാം. എല്ലാം നല്ല തിരക്കാണ്, ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല സ്പീഡാണ്, സമയമില്ല ഒട്ടും. അപ്പൊ പൈനാപ്പിൾ ഇട്ട് ഇനി കിസ്മിസ് അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി വറുത്തത് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇട്ടിട്ട് മിക്സ് ആക്കണം. എല്ലാം കൂടി ഒന്നിട്ട് മിക്സ് ആക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ ബിരിയാണി സെറ്റായി. അപ്പൊ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പൊ ഉണ്ണിച്ചേട്ടാ വളരെ താങ്ക് യു. നമ്മുടെ ബിരിയാണി സെറ്റാണ്. നമ്മുടെ എന്താണ് ഈത്തപ്പഴ അച്ചാറ് സെറ്റാണ്. ബീഫും മല്ലിയില ഇടുമല്ലേ? ജസ്റ്റ് ഒരു മല്ലിയില. അപ്പൊ പച്ചയും കൂടെ ഇപ്പൊ പച്ച നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് നമ്മുടെ ബീഫും റെഡിയാണ്, എല്ലാം റെഡിയാണ്. അപ്പൊ ബിരിയാണി ആക്കി ഇങ്ങോട്ട് വിളമ്പുക. അപ്പൊ ചേട്ടാ താങ്ക് യു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയത് കഴിക്കാന്നുള്ള ആ രീതിയിലുണ്ട്. ശരി ചേട്ടാ, താങ്ക് യു. കഴിക്കാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒരു തിരക്കൊക്കെ ഒതുങ്ങി. അബൂബക്കർക്ക് നമ്മളൊപ്പം ഉണ്ട്. ഇക്ക, നമ്മൾ എന്തുകൊണ്ട് ഇത്ര നല്ല ക്രൗഡൊക്കെ ഉണ്ടായിട്ടും ഈ ചെറിയൊരു പരിമിതിയിൽ മാത്രം ഇതിങ്ങനെ നിർത്തുന്നത്? ഒന്ന് വിപുലീകരിച്ചുകൂടെ ഇതൊക്കെ ഒന്ന് വലുതായിട്ട്? വിപുലീകരിക്കാനായിട്ട് ഇത് നമ്മൾ 33 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് നമ്മളുടെ ഒരു കച്ചവടത്തോടുള്ള ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു ജനങ്ങളുള്ള പ്രതിബദ്ധതയും കൊണ്ട് നമ്മളൊരു മീഡിയം റേറ്റിൽ സാധനം കൊണ്ടുവന്ന് അങ്ങനെ ആളുകളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് വലുതായി വന്നതാണ്. കൊണ്ട് വലിയ സ്ഥാപനം തുടങ്ങി വലിയ ബിസിനസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ സ്ഥാപനത്തിൽ കൂടുതൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ കസ്റ്റമർ നോക്കുന്നുണ്ട്. എല്ലാ ദിവസവും സപ്പോർട്ട് ആളുകളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ബ്രാഞ്ചസ് ഒന്നുമില്ല. ബ്രാഞ്ചസിന് അങ്ങനെ ഐഡിയ വന്നില്ല. ആവശ്യത്തിനുള്ള ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് 3 പേർക്കുള്ള പണി ഇവിടെ ഉണ്ട്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും അത് പണിയെടുക്കുന്ന കാരണം അത് ഇത് മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക്. എന്തായാലും 3 പേർക്കും ഒരൈക്യത്തോട് ചെയ്യാനുള്ള നല്ല പണി ഇവിടെ ഉണ്ടെന്ന് അത്രക്ക് തിരക്കുണ്ട് ഇവിടെ. തിരക്കുണ്ട്. അതുകൊണ്ട് വേറെ സ്ഥാപനത്തിനെ കുറിച്ച് നമ്മൾ കാറ്ററിംഗ് ഉണ്ട്. കാറ്ററിംഗ് കൂട്ടത്തിൽ കൂടി ചെറിയ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർ നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് നമ്മളെ തന്നെ വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ കാറ്ററിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് പോകുന്നുണ്ട്. ഇത് മാത്രമല്ല, കാറ്ററിംഗ് കൂടെ ഉണ്ട്. എന്താവശ്യത്തിലും മുബാറക്കിൽ സമീപിച്ചാൽ മതി. കാറ്ററിംഗ് ആയാലും വന്ന് കഴിക്കാനായാലും ഇവിടെ സ്ഥലമുണ്ട്, സാധനമുണ്ട്. പിന്നെ കാറ്ററിംഗ് വേണം, നമ്മുടെ വീട്ടിലോട്ട് ഭക്ഷണങ്ങൾ എത്തിക്കുകയും ചെയ്യും. അല്ല
ഉക്കറൻ ടേസ്റ്റോടെ ഇതറിയാ ഇങ്ങനെ ബിരിയാണി കണ്ടമാനം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൂടാണ്ട് ഞങ്ങളുടെ ചിക്കൻ വിഭവങ്ങൾ വേറെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങളുടെ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കും. ഞങ്ങളുടെ സ്പെഷ്യൽ പിക്കലുണ്ട്. സ്പെഷ്യൽ പിക്കൽ നമ്മുടെ ഈത്തപ്പഴ അച്ചാർ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ, ആ ഈത്തപ്പഴ അച്ചാർ ഇട്ടിട്ടുണ്ട്. എൻ്റെ ബിരിയാണി വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ബീഫ് സെലക്ട് ചെയ്ത് തന്നെ വാങ്ങണം. അപ്പം ഞാൻ നമ്മളെ ആ തേങ്ങ അരച്ചതിൻ്റെ ഒക്കെ അത് ശരിക്കും മസാല തേങ്ങ കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞില്ല സോഫ്റ്റ്. അയ്യോ എന്താ പറയുക, ശരിക്കും സോഫ്റ്റ്. സാധാരണ ബിരിയാണി അടിച്ചു പറിക്കാം, നല്ല സോഫ്റ്റ്. നമ്മുടെ അച്ചാറും ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല മധുരം, ശർക്കരയുടെ എല്ലാം കൂടി ഇത് ശരിക്കും നല്ലൊരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. അതായത് അങ്ങനെ എരിവല്ല, നല്ല സ്വീറ്റനായിട്ടുള്ള ഒരു പിക്കിൾ. ഇത് തന്നെ മതി സാധനം ശരിക്കും ഇവിടെ. എന്നാലും നല്ല എന്താ പറയുക, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ഉണ്ണിച്ചേട്ടന് വളരെ വളരെ താങ്ക്സ്. കാരണം ഇതെല്ലാം ഉണ്ടായി തന്നു. കാരണം ഇത് നമുക്ക് ഇല്ലാഞ്ഞിട്ടും ഉണ്ണിച്ചേട്ടൻ ഇപ്പം നമുക്ക് ഉണ്ടായി തന്ന അച്ചാറാണിത്. കാരണം ഇവിടെ ഇപ്പം പുതുതായിട്ട് തുറന്നുള്ളൂ, നോമ്പിൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് മുടക്കൊക്കെ കഴിഞ്ഞിട്ട് തുറന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇക്ക വളരെ വളരെ താങ്ക് യു, വളരെ നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു നല്ലൊരു ബിരിയാണി നമുക്ക് ഇവിടെ കൊച്ചിയിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും വിളമ്പുന്നതിനും എനിക്ക് തന്നതിനും. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കണ്ട, മുബാറക്ക് നമ്മുടെ കലൂർ പയനീർ ടവേഴ്സിന്ന് നമ്മൾ പാലാരിവട്ടം പോകുന്ന റൂട്ടിൽ ചമ്മനി ടവേഴ്സ് ആണ്. ചമ്മനി ടവേഴ്സ് തൊട്ട് ഇപ്പുറത്തായിട്ട് മാതൃഭൂമിക്ക് പോകുന്ന റൂട്ടിൽ, മാതൃഭൂമി ഓഫീസിൽ തൊട്ട് മുമ്പായിട്ട് മുബാറക്ക് പാർട്ടി ഓഫീസിന്റെ അരികിലാണ് മുബാറക്ക്. അപ്പോൾ എന്തായാലും നല്ല ബിരിയാണി ബാക്കിയുള്ള നല്ല സൂപ്പർ ഫുഡ് കഴിക്കണം, ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നമുക്ക് നല്ല ഫുഡ് കഴിക്കുകയും ചെയ്യാം. കൂടാതെ കാറ്ററിംഗ് കൊണ്ട് വീട്ടിലേക്ക് വരുത്തിക്കുകയും ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തായാലും ബൈ. ഞാൻ മൊത്തം തീർക്കട്ടെ.